ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കുട്ടികൾ രക്ഷപ്പെടും. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് വീട്ടിൽ നാം സംസാരിക്കുന്നതെല്ലാം തന്നെ പൊളിറ്റിക്സാണ്, ഇല്ലെങ്കിൽ ഏതോ രാജ്യത്ത് എന്തോ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരി, അത് തെറ്റ് എന്ന് പറയുവാൻ എനിക്ക് അധികാരമില്ല. സാധിക്കുന്ന പക്ഷം ഈ വക കാര്യങ്ങൾ, ഇനി പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കാലം കഴിയും തോറും നന്മ വരാനുള്ള സാധ്യതയുണ്ട്, കുട്ടികൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം നാം മറന്നുപോയ കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ വിഷയം, അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരപി. ഈ സംസ്കൃത ശ്ലോകം ചൊല്ലണം എന്നുള്ളതല്ല, ഇതിൻ്റെ അർത്ഥം ചിന്തിക്കണം. അതായത് നാം ചെയ്യുന്ന പ്രവൃത്തി ഫലം, അതാണ് ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഫലത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പ്രവൃത്തിയാണ്. പ്രവൃത്തി ഫലം. അപ്പോൾ ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നേയില്ല, വീടുകളിൽ സംസാരിക്കുന്നേയില്ല. അവനവൻ്റെ കർമ്മത്തിനനുസരിച്ച് ഫലം ലഭിക്കുമെന്നും കുമ്പളം കുത്തിയാൽ കുമ്പളം അത് മാത്രമേ ലഭിക്കുകയുള്ളൂ, മത്തൻ വരില്ല എന്നുള്ള ചർച്ചയില്ല. കാരണം 24 മണിക്കൂറുണ്ടെങ്കിൽ നാം ഇന്ന് കാണുന്നതെല്ലാം തന്നെ യൂട്യൂബ് ഷോർട്സും ഫേസ്ബുക്കിൽ ഷോർട്സും വീഡിയോയും, എവിടെ എങ്ങാണ്ടോ ഇരിക്കുന്ന ഒരാൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന പ്രവൃത്തികളെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വേണ്ടാന്നുള്ള അഭിപ്രായമല്ല ഇവിടെ. പക്ഷേ നമ്മളുടെ വീടുകളിൽ ഈ സംസാരങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി. കർമ്മഫലം എന്നുള്ള വസ്തുത കുട്ടികളിലേക്ക് എത്തിക്കുന്നില്ല. കുട്ടികൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കുട്ടികൾക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാകുന്നു. നമുക്കെന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ആഗ്രഹിച്ചത് ലഭിക്കാതെ പോകുമ്പോൾ കുട്ടികൾക്ക് ചിത്തഭ്രമം, ഇല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി, പലതരം പ്രശ്നങ്ങൾക്ക് കാരണമാകുകയാണ്. അപ്പോൾ പ്രവൃത്തി ഫലം എന്നുള്ളത് ചിന്തിക്കുന്നു. ആ പ്രവൃത്തി ഫലത്തിലേക്ക് കുറേ ഘടകങ്ങളുണ്ട് എന്ന് ചിന്തിപ്പിക്കുന്നു. എന്നിങ്ങനെ ചെറുപ്പം മുതൽക്ക് തന്നെ സംസ്കാരം, ഇല്ലെങ്കിൽ ധർമ്മപ്രവൃത്തി, സത്കർമ്മം, ഈ വക ടോപ്പിക്കുകളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടും ഒരു പ്രേരണ കുട്ടികളിൽ ജനിപ്പിക്കണം. ഇല്ലെങ്കിൽ ആ പ്രേരണ ഉണ്ടാക്കുവാനായിട്ട് നാം ശ്രമിക്കണം എന്നുള്ള വസ്തുതയാണ്. കാരണം ഇന്നുള്ള സ്കൂളിൽ നാം പഠിക്കുന്നതെല്ലാം തന്നെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, അല്ലെങ്കിൽ ഹംടി ഡംടി സാറ്റ് ഓൺ എ വാൾ. ഈ ഹംടിയും ഡംടിയും കേട്ട് അവരേതോ ഒരു മതിൽപ്പുറത്ത് എവിടെയോ ഇരിക്കട്ടെ, നമുക്കതിനെക്കുറിച്ച് എന്താണ് പ്രയോജനമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ശരി, ചെറുപ്പത്തിൽ പഠിക്കുവാനുള്ള ഒരു കവിതയാണ്, പഠിക്കാം, തീർച്ചയായിട്ടും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ മറ്റൊരു ശ്ലോകം, നമ്മുടെ സംസ്കാരം ഈ കർമ്മമാണ് കർമ്മഫലത്തെ തരുന്നതെന്നും കർമ്മത്തിലേക്ക് ശ്രദ്ധ വേണമെന്നുമുള്ള എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന സുഭാഷിതങ്ങളിൽ ഒരുപാട് നല്ല ശ്ലോകങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നാം ചിന്തിക്കുന്നില്ല, അതിനെ കുട്ടികളിലേക്ക് എത്തിക്കപ്പെടുന്നില്ല, അവരെ അതിലേക്ക് നോക്കുവാനായിട്ടുള്ള ഒരു ശ്രമം പോലും നാം നടത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഒരു കുട്ടി ഒരു 15 വയസ്സ് വരെ ഇംഗ്ലീഷ് കാര്യങ്ങളെല്ലാം പഠിച്ച് അന്യ സംസ്കാരങ്ങളെല്ലാം ശീലിച്ച് നാം ഇങ്ങനെ കുട്ടികൾക്ക് ദോഷം വരുമ്പോൾ നെട്ടോട്ടം ഓടുകയാണ്, എന്നിട്ട് പറയുകയാണ് എൻ്റെ കുട്ടി ഇതൊന്നും ചെയ്യില്ല, ഞാൻ ജപിച്ചാൽ മതിയോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്കെത്തി. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു വിഷയമാണ് ഇവിടെ ചിന്തിച്ചത്. വീടുകളിൽ തീർച്ചയായിട്ടും അവരവരുടെ സംസ്കാരത്തെപ്പറ്റിയും നമ്മുടെ പൈതൃകത്തെപ്പറ്റിയും കർമ്മഫലത്തെപ്പറ്റിയും ധർമാചരണത്തെപ്പറ്റിയും, അവിടെ സ്വധർമാനുഷ്ഠാനമേവ എന്ന് പറയുന്നു, സ്വധർമ്മം, ആ ധർമ്മത്തെപ്പറ്റിയും ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ദിവസം കുട്ടിക്ക് തോന്നും, ഈ ഒരു ശാസ്ത്രം എന്താണ്, എവിടെയാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്, അതൊന്ന് നോക്കണമല്ലോ എന്നുള്ളൊരു തോന്നൽ, ഒരു ചിന്ത. ആ സ്പാർക്ക് മതി ഒരുപക്ഷെ നമ്മുടെ കുട്ടികളെല്ലാം രക്ഷപ്പെടുവാനായിട്ട്. ഇന്ന് ഇതൊന്നുമില്ല. വീടുകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ടി വിയിൽ ഓടുന്നതെല്ലാം തന്നെ 24 മണിക്കൂറും ന്യൂസാണ്, അല്ലെങ്കിൽ ഒരു ഹൊറർ ഫിലിം, ഇല്ലെങ്കിൽ ഒരു ആക്ഷൻ ഫിലിം. ഇതൊന്നും കാണണ്ട എന്നുള്ള അഭിപ്രായമല്ല ഇവിടെ രേഖപ്പെടുത്തുന്നത്, പറയുന്നത്. ഇതോടൊപ്പം കുറച്ചു സമയം നിത്യവും ധർമ്മത്തെപ്പറ്റി, കർമ്മത്തെപ്പറ്റി,
ഭാരതത്തിൻ്റെ പൈതൃകത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വരും തലമുറ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു മെസ്സേജ് ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.